ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേ അപ്പവും ഹരിയും വന്ന് അമരാവതിയിൽ നടന്ന കഥകളെല്ലാം ഇവിടെ പറഞ്ഞു. അപ്പോൾ പറയാനുള്ളതെല്ലാം മുഖത്ത് നോക്കി പറഞ്ഞിട്ടാ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ദേ അകത്ത് കയറി കൊച്ചിൻ്റെ കേക്ക് മുറിക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടത്താനായിട്ട് ഇവർ ചെയ്യുമ്പോഴേക്കും ഹരി പറഞ്ഞു ദേ കുഞ്ഞിനെ കൊണ്ട് ദേവിയോടും ബാലനോടും കൂടി കേക്ക് മുറിപ്പിക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടു നിന്നിട്ട് ജയന്തി ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരും കൂടെയല്ലേ കുഞ്ഞിനെ കൊണ്ട് കേക്ക് മുറിപ്പിക്കണ്ടേന്ന്. അപ്പോൾ ജയന്തി അടുത്തിയുടെ അഭിപ്രായം ഇവിടെ ആരും ചോദിച്ചില്ലെന്നും പറഞ്ഞ് ഹരി രണ്ടാം ചോട്ടത്തിനങ്ങ് കയറി. അപ്പോൾ ബാലേട്ടാ വന്ന് മോളോടൊപ്പം കട്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഹരി പറഞ്ഞു. അമരാവതിയിൽ അപ്പോൾ ഒരർഹതയില്ലാത്തവരാ മോളെ കൊണ്ട് കേക്ക് കട്ട് ചെയ്യിപ്പിച്ചതെന്നുള്ള കാര്യങ്ങളും പറഞ്ഞു ഹരി. അങ്ങനെയാണെങ്കിൽ ഈ കേക്ക് മോളോടൊപ്പം കട്ട് ചെയ്യാൻ അർഹതയുള്ളവർ നിങ്ങൾ രണ്ടുപേരുമാണെന്ന് നമ്മുടെ ദേവി പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ തന്നെ കട്ട് ചെയ്യിച്ചാൽ മതിയെന്നും. അപ്പോൾ അതെ ഹരിയേട്ടാ, ഇനി ഇതിൻ്റെ പേരിൽ ഇവിടെ ഒരു തർക്കം വേണ്ട, മോളെ വെറുതെ വിഷമിപ്പിക്കാതെ കേക്ക് കട്ട് ചെയ്യുക. അപ്പോൾ അടുത്തി ഇനിയും സമയം കളയണ്ട, കട്ട് ചെയ്യുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശിവനും പറഞ്ഞു. ദേവുമോളെ, മോളോടൊപ്പം ആരെ കേക്ക് കട്ട് ചെയ്യണ്ടേ? എൻ്റെ കൂടെ എൻ്റെ അച്ഛനും അമ്മയും കട്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു നമ്മുടെ കൊച്ച്. അത് കേട്ടപ്പോൾ ജയന്തി ജമ്മി പോയി. അപ്പോഴേക്കും അപ്പു ഹരി ഇങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. ദേ ഇന്ന് ഇവിടുത്തെ അവസാനത്തെ വാക്ക് ബർത്ത്ഡേ ബേബിയുടെ വാക്കാണെന്ന് നമ്മുടെ അഞ്ജു. ഇനി ഇതിലെ മാറ്റം ഒന്നുമില്ല കേട്ടോ എന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നു. അപ്പോഴേക്കും ജയന്തിയുടെ മുഖം ഒരു കൊടുവായി. ദേവൂട്ടിയോടൊപ്പം വല്യണ്ണും ദേവേച്ചിയും തന്നെ വേണം കേക്ക് കട്ട് ചെയ്യാനായിട്ട്. അതിനെ ഇനി യാതൊരു മാറ്റവും ഇല്ല. വേഗം വാ കട്ട് ചെയ്യ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അഞ്ജു അങ്ങനെ ധൃതി പിടിക്കുക. എന്നിട്ട് അവരെല്ലാവരും നല്ല സന്തോഷത്തോടെ നിന്ന് കേക്ക് മുറിച്ചു. അങ്ങനെ അവർ കേക്ക് മുറിക്കുമ്പോഴേക്കും ഇവരടുത്ത് നിന്ന് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു, കൈ അടിച്ചു. അങ്ങനെ ദേ നല്ല സന്തോഷമായിട്ട് നമ്മുടെ കൊച്ചിൻ്റെ ബർത്ത്ഡേ അങ്ങ് ആഘോഷിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഫോട്ടോ എടുക്കൽ, അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് ഷെയർ ചെയ്ത് കൊടുക്കൽ, പിന്നെ കുഞ്ഞിന് കേക്ക് കൊടുക്കൽ, അതൊക്കെ ഇങ്ങനെ നല്ല സന്തോഷമായിട്ട് നടക്കും. ഇതൊക്കെ കണ്ടിങ്ങനെ കണ്ണ് കടിച്ചിട്ട് നിൽക്കുവാണ് നമ്മുടെ ജയന്തി. അതിന് ശേഷം ദേ ജയന്തിയും ഒരു ഗിഫ്റ്റ് കൊടുത്തു, അതുപോലെ ജയന്തിക്ക് കേക്കും കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഒരു ചെറിയ ഫോട്ടോ എടുപ്പ് ആയാലോ എന്ന് ചോദിച്ചു. സാന്ത്വനം കുടുംബത്തിൽ എല്ലാവർക്കും ചേർന്ന് ഒരു സ്റ്റിൽ എടുത്താൽ മതി എന്നും പറഞ്ഞ് അങ്ങനെ എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും ഞാൻ എടുത്തുതരാം എന്ന് പറഞ്ഞുകൊണ്ട് ജയന്തി ഫോൺ മേടിച്ചു. ഇപ്പം ശരിയാക്കി തരാമെന്നും പറഞ്ഞുകൊണ്ട് ജയന്തി അവരുടെ എല്ലാവരുടെയും കൂടെ ഒരു ഫോട്ടോയും എടുത്തു. അപ്പോൾ എല്ലാവരും ഒന്ന് ചിരിച്ചേ എന്ന് ജയന്തി പറഞ്ഞനുസരിച്ച് എല്ലാവരും ചിരിച്ചു. എടുക്കുവാണേ എന്നും പറഞ്ഞുകൊണ്ട് ജയന്തി ആ ഫോട്ടോയും അങ്ങ് എടുത്തു. അങ്ങനെ ആ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ നല്ല ഗംഭീരമായിട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അപ്പുവും അതുപോലെ നമ്മുടെ ഹരിയും കുഞ്ഞും എല്ലാവരും മുറിയിൽ ഉണ്ട്. അപ്പുവാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ്, സ്വന്തം വീട്ടിൽ നിന്നുണ്ടായ ഒരു ദുരനുഭവത്തെക്കുറിച്ച് ഓർത്ത്. അങ്ങനെ രാവിലെ നടന്ന കാര്യങ്ങളെല്ലാം ഓർത്ത് നമ്മുടെ അപ്പു ഭയങ്കര കരച്ചിലാണ്. അങ്ങനെ കാര്യങ്ങളെല്ലാം തമ്പി ചെയ്തതോർത്ത് ഇങ്ങനെ പൊട്ടിക്കരയുന്ന അപ്പുവിനെ കണ്ടുകൊണ്ടാണ് നമ്മുടെ ഹരി മുറിയിലേക്ക് വരുന്നത്. ഹരി അപ്പുവിൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ സങ്കടത്തോടു കൂടി കയറി വന്നിട്ട്, എന്താ അപ്പു നീ എന്തിനാ കരയണേന്ന് ചോദിച്ചു. ഞാനിന്ന് വീട്ടിലെ കാര്യങ്ങൾ ഓർത്ത് പോയതാണെന്ന് പറഞ്ഞു. എന്നിട്ട് സോറി ഹരി എന്നും പറഞ്ഞു. അമരാവതിയിലേക്ക് പോകാൻ നിനക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടും എന്നെയും മോളെയും കരുതിയാ നീ അതിന് സമ്മതിച്ചതെന്നും എനിക്കറിയാം. പക്ഷേ ഡാഡി സുഖമില്ലാതിരിക്കുകയല്ലേ. ദേവൂട്ടിക്ക് അവളുടെ മുത്തശ്ശനും മുത്തശ്ശിയും കൊടുക്കാൻ ആഗ്രഹിക്കുന്ന പിറന്നാൾ ആശംസകൾ ആഘോഷം ഒന്നും നഷ്ടപ്പെടേണ്ടെന്ന് കരുതിയാ ബാലേട്ടനെയും ദേവേട്ടത്തെയും പോലും മൈൻഡ് ചെയ്യാതെ ഞാൻ പോയത്. പിന്നെ അതുപോലെ അവരും ആ ഒരു കാര്യത്തെ അംഗീകരിച്ചതും അതുകൊണ്ട് തന്നെയാണെന്നൊക്കെയുള്ള കാര്യം അപ്പോൾ പറയാം. അപ്പൂൻ്റെ അഹങ്കാരത്തിനുള്ളത് കിട്ടി. പക്ഷെ ഡാഡി അപ്പോഴും ദുഷ്ട മനസ്സോടെ ഈ കുടുംബത്തിലുള്ളവരാരും ദേവൂട്ടിയുടെ പിറന്നാൾ ആഘോഷിക്കരുത് എന്നല്ലേ കരുതിയതെന്നുള്ള കാര്യം അപ്പു ചോദിച്ചു. അത് ഓർത്തിട്ട് ഇപ്പോഴും എനിക്ക് സഹിക്കാൻ പറ്റണില്ല ഹരിയെന്നും പറഞ്ഞുകൊണ്ട് കരയണേ. അതിനേക്കാളും നീചമായ പ്രവൃത്തിയല്ലേ അവിടുന്ന് നമ്മളെ വിടാതിരിക്കാൻ നിന്നെക്കൊണ്ട് മദ്യപിപ്പിച്ച് വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കാൻ വേണ്ടി ഒരാൾ ഏർപ്പാടാക്കിയത് പോലും. അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നൊക്കെ പറഞ്ഞു. ഡാഡിയെക്കുറിച്ച് നീ ഓരോരോ കുറ്റങ്ങൾ പറയുമ്പോഴും പുറമേ കാണുന്നത് പോലെയല്ല ആ മനുഷ്യൻ്റെ ഉള്ളിലിരിപ്പെന്നൊക്കെ പറഞ്ഞ് എന്നോട് തർക്കിക്കുമ്പോഴും ഞാനതൊന്നും കേട്ടിരുന്നില്ല. അതൊക്കെ നിൻ്റെ വെറും തോന്നലാ. ഡാഡിയോട് നിനക്കുള്ള ദേഷ്യം കൊണ്ടും വെറുപ്പ് കൊണ്ടും മനഃപൂർവ്വം ഉണ്ടാക്കി പറയുന്നതാണെന്നൊക്കെ പറഞ്ഞ് എത്രയോ തവണ നിന്നോട് ഞാൻ വഴക്കിട്ടിട്ടുണ്ടെന്ന് അപ്പു ചോദിക്കുക. എന്നോട് ക്ഷമിക്കണം, പക്ഷെ അതൊക്കെ ഇത്രത്തോളം നീച മനസ്സുള്ള ഒരാൾക്ക് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുകയാണെന്നൊക്കെ പറഞ്ഞു. എന്തായാലും അതൊന്നും എൻ്റെ വെറും തോന്നലല്ലായിരുന്നു എന്നും ഞാൻ പറഞ്ഞിരുന്നതൊക്കെ സത്യമായിരുന്നു എന്നും നിനക്കിപ്പോൾ നേരിട്ട് ബോധ്യമായില്ലേ, അത് മതിയെന്ന് നമ്മുടെ ഹരി അന്നേരം പറയാം. ഇനിയിപ്പോൾ എന്തായാലും അതിൻ്റെ പേരിലൊരു തർക്കവും വഴക്കമൊന്നും നമ്മൾ തമ്മിലുണ്ടാവാൻ പോകണില്ലല്ലോ, അത്രയും സമാധാനം. എന്നെ സംബന്ധിച്ചിടത്തോളം നിൻ്റെ ഡാഡിയുടെ യഥാർത്ഥ മുഖം നിന്നെ മനസ്സിലാക്കി തരാൻ ഈശ്വരനായിട്ട് ഒരുക്കി തന്നതാ ഈ ഒരു പിറന്നാൾ ആഘോഷം. അതുകൊണ്ട് നീ അതിനെപ്പറ്റി ഓർത്താ
മനസ്സ് വിഷമിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, നീ വന്ന് കിടക്കാൻ നോക്കാൻ പറഞ്ഞപ്പം ബാലേട്ടനോ ശിവനോ ദേവിയെടുത്തയോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? ഹേയ്, അങ്ങനെ പ്രത്യേകിച്ച് അവരെന്നോടൊന്നും പറഞ്ഞില്ല. നിന്നോട് വിഷമിക്കാതെ സമാധാനമായിട്ട് ഇരിക്കാൻ പറയണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിലും ഡാഡിയുമായി ഇത്രയും കാലം അകന്നു നിന്നപ്പോഴായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ സമാധാനത്തോടു കൂടി ജീവിച്ചിരുന്നത്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിൻ്റെ പേരിലുള്ള നിൻ്റെ കൊച്ചു കൊച്ചു പരാതികളും പരിഭവങ്ങളും മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഇതുപോലെ മനസ്സ് തകർക്കുന്ന അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞങ്ങനെ ഹരി. അപ്പോൾ പോട്ടെ, ഒക്കെ മറക്കാം, നീ വിഷമിക്കൊന്നും വേണ്ട, നീ കിടക്കാൻ നോക്കാൻ പറഞ്ഞു. പക്ഷേ തങ്ങളോട് ഈ ചതി ചെയ്തതിന് തമ്പിക്കൊരു തിരിച്ചടി നമ്മുടെ അപ്പു കരുതിയിട്ടുണ്ട്. അതെങ്ങനെയാകുമെന്ന് തമ്പി വിചാരിക്കേ വേണ്ട. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അഞ്ചു ഭയങ്കര വൊമിറ്റിങ്. ശിവൻ അത് കണ്ടുകൊണ്ട് ചെന്നു. ചെന്നിട്ട് പുറം തിരുമ്മി കൊടുക്കുക. അയ്യോ എന്താ പറ്റിയേ എന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കര വെപ്രോളവും ടെൻഷനും ഒക്കെ ശിവന്. ഇതും കണ്ടുകൊണ്ട് ദേവി ഇറങ്ങി വന്നേ. ദേവി ഇറങ്ങി വന്നപ്പോൾ വലിയടത്തി എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുക ശിവൻ. മാറി ശിവ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവി ഇത് വന്ന് പുറം തിരുമ്മി കൊടുക്കണം. അപ്പോൾ ആശുപത്രി കൊണ്ടുപോകണമെന്ന് ചോദിച്ചപ്പോൾ അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ശിവ, ഇതൊക്കെ പ്രഗ്നൻസി പീരീഡിൽ സ്വാഭാവികമാണെന്ന് പറഞ്ഞു. നീ ചുമ്മാ ടെൻഷൻ ആവാതെടാ, നിനക്ക് എന്താ എന്ന് ദേവി ഇങ്ങനെ ചോദിക്കുന്നു. അഞ്ചു ഇങ്ങനെ വൊമിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഓക്കെ ആയോ എന്ന് ദേവി ചോദിച്ചപ്പം ഓക്കെ ആയെന്നും പറഞ്ഞു നമ്മുടെ അഞ്ചു. ഈ സമയം ഞാനൊരു ടാബ്ലറ്റ് എടുത്തുകൊണ്ട് വരാം, അത് കഴിച്ചാലേ വൊമിറ്റിങ്ങിന് ഒരു ശമനം ഉണ്ടാകുമെന്നും പറഞ്ഞ് ദേവി അകത്തേക്ക് കയറിപ്പോയി. ദേവി അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നിനക്ക് കുറച്ച് ദിവസം അമ്മയുടെ അരികിലും എല്ലാം പോയി നിൽക്കണമെന്ന് ചോദിച്ചപ്പം വേണ്ട ശിവേട്ട, വേണമെങ്കിൽ ഇടയ്ക്കൊരു ദിവസം അമ്മയും അച്ഛനെയും പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു അഞ്ചു. വല്ലാത്ത ബുദ്ധിമുട്ടും എല്ലാം തോന്നുന്നുണ്ടെങ്കിൽ ആശുപത്രി പോകാൻ അഞ്ചു. എനിക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല, ശിവേട്ടൻ ഇങ്ങനെ ടെൻഷൻ ആവുമൊന്നും വേണ്ട, പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഇതൊക്കെ പതിവല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെയുള്ള കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവി ഗുളികയായിട്ട് അങ്ങോട്ടേക്ക് വന്ന് ഇത് കൊടുത്തു. അയ്യോ ഗുളികയൊന്നും ഇപ്പോൾ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അവൾക്ക് കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞെന്നൊക്കെ പറഞ്ഞപ്പോൾ കൊള്ളാം, ഗർഭിണിയായ ഭാര്യ ഛർദ്ദിച്ചു എന്നും പറഞ്ഞ് കട തുറക്കാതിരിക്കുക, അപ്പോൾ കടയിലും പോണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് കേട്ടപ്പോൾ ദേവിക്ക് ചിരി വന്നു. എന്നാൽ ഇനി നിനക്ക് അതിനേ നേരം കാണുള്ളൂ കേട്ടോ എന്ന് നമ്മുടെ ദേവി ഇങ്ങനെ പറയുക ശിവനോട്. എനിക്കൊന്നുമില്ല ശിവേട്ടാ, ഇങ്ങനെ ഓവർ കെയറിങ് ഒന്നും വേണ്ട കേട്ടോ, ആരെങ്കിലും കേട്ടാലേ നാണക്കേടാന്നും, വേഗം പോകാൻ നോക്കാൻ പറഞ്ഞു അഞ്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ശിവൻ ഇങ്ങനെ പോണു. അപ്പോഴേക്കും നമ്മുടെ ദേവിയും അഞ്ചും കൂടെ ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരുന്നു. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവൂട്ടി അവിടെ ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അപ്പു അങ്ങ് ചെന്നു. മമ്മിയുടെ മോള് റെഡിയായോ എന്നും ചോദിച്ചു. റെഡി ആയെന്നും പറഞ്ഞു. അങ്ങനെ നമ്മുടെ അപ്പു എല്ലാം എടുത്തൊക്കെ വെച്ച് കൊടുക്കുക. ഈ സമയത്ത് അപ്പു കുഞ്ഞിൻ്റെ ബുക്ക് ഒരെണ്ണം എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ അതിലെന്തോ കണ്ടിങ്ങനെ അമ്പരന്ന് നോക്കുക. ഇന്ന് PTA മീറ്റിംഗ് ഉണ്ടല്ലോ ദേവൂട്ടി. ഉണ്ടല്ലോ. എന്നിട്ട് നീ എന്താ എന്നോട് പറയാതിരുന്നത്? ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞപ്പം എന്നാലും ഇന്ന് PTA മീറ്റിംഗ് ഉണ്ടെന്നുള്ള വിവരം നീ മമ്മിയോട് പറയേണ്ടിയിരുന്നതല്ലേ എന്ന് ചോദിച്ചു. അതിന് അമ്മയല്ലേ സാധാരണ മീറ്റിങ്ങിന് വരാറ് എന്ന് ചോദിച്ചപ്പോൾ ഇന്ന് എന്തായാലും മോളോടൊപ്പം ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പം മമ്മി വരണ്ടെന്ന് പറഞ്ഞു. ഞാൻ വന്നെന്താ പ്രശ്നം? മമ്മി വന്നാൽ ആകെ പ്രശ്നമാകും. എന്ത് പ്രശ്നം? അപ്പോഴേക്കും ദേവി ഒരുങ്ങി. മമ്മിയും മോളും കൂടെ എന്താ ഇവിടെ പ്രശ്നമെന്നും ചോദിച്ച്. ഈ മമ്മി പറയുകയാണേ ഇന്ന് PTA മീറ്റിങ്ങിന് മമ്മി ദേവൂട്ടിയുടെ കൂടെ വരാമെന്ന്. വേണ്ട അപ്പൂ, നിനക്ക് PTA മീറ്റിങ്ങിന് പോയി ശീലമില്ലാത്തതല്ലേ, ഇങ്ങനെയൊക്കെയല്ലേ ദേവടുത്തി ശീലിക്കുന്നതെന്ന് അപ്പു ചോദിച്ചപ്പം നീ ശീലിക്കണം, പക്ഷേ അത് ഇപ്പോഴായിരുന്നില്ല ആ തോന്നലുണ്ടാവേണ്ടിയിരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത 1ാം സ്റ്റാൻഡേർഡ് മുതൽ നീ പോയി ശീലിച്ചോളാൻ പറഞ്ഞു. ഇപ്പം ചെന്നാ ഇവളുടെ പഠന കാര്യങ്ങളെക്കുറിച്ച് ടീച്ചേഴ്സ് ചോദിച്ചാൽ നീ എന്തു പറയുമെന്ന് ചോദിച്ചു നമ്മുടെ ദേവി. അപ്പോൾ അപ്പു ചമ്മി. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇവളുടെ വീട്ടിലെ പഠിത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ ശരിക്കും അറിയാവുന്നത് എനിക്കല്ലേ എന്നും ദേവി ചോദിക്കുക. അതാ തൽക്കാലം ഞാൻ തന്നെ പൊയ്ക്കോളാമെന്ന് പറഞ്ഞത്. ശരി എന്ന് ദേവടുത്ത് എന്നെ പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അന്നേരം കുഞ്ഞു കിടന്ന് തുള്ളിച്ചാടുമ്പം നീ എങ്ങനെ സന്തോഷിക്കൊന്നും വേണ്ട, നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും, നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടോ മമ്മി പറയുന്നേ? മോള് നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയല്ലേ മമ്മി ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. ഉണ്ട് കേട്ടോ, അതൊക്കെ ഇന്ന് മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ അറിയാമല്ലോ. ടീച്ചേഴ്സ് എന്താ പറയുന്നത് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനെയും കൂട്ടിക്കൊണ്ട് പോവുക നമ്മുടെ ദേവി. അന്നേരം അപ്പോൾ അങ്ങനെ ആകെ ഒരു സങ്കടത്തിൽ അവിടെ നിൽക്കുക കേട്ടോ. അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് കടയിൽ ബാലൻ തിരക്കിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്ക് ഹരിയും അതുപോലെ നമ്മുടെ ശത്രുവും ഓരോന്ന് എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ദേവൂട്ടിയുടെ പിറന്നാൾ ആഘോഷത്തെക്കുറിച്ച് പറഞ്ഞു. ആ സദ്യയെ പറ്റിയൊക്കെ പപ്പടവും പഴവും പായസമൊക്കെ കൂട്ടിയുണ്ടായിരുന്ന സദ്യ ഗംഭീരമായിരുന്നു എന്ന്. അത് ദേവടുത്തിയുടെ കൈപ്പുണ്യം തന്നെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഒരു വണ്ടി വന്ന് ഇങ്ങനെ നിർത്തി. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോട് കൂടി നോക്കും ആരാന്ന്. അപ്പോൾ ഒരു ചേട്ടൻ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ആ ചേട്ടൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇവരുടെ അടുത്ത് വന്നിരിക്കുക.
എങ്ങനെയുണ്ടോ ബാല ബിസിനസ്സൊക്കെ എന്ന് ചോദിച്ചു വന്നപ്പോൾ. നമുക്ക് ഇപ്പോഴും ഹോം ഡെലിവറി ഉള്ളതുകൊണ്ട് കടയിൽ നേരിട്ട് വന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിനേക്കാളും ഓർഡർ ആ വഴിക്കുണ്ടെന്ന് ആ ചേട്ടനോട് പറഞ്ഞു ബാലൻ. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ആ പോണേന്നും പറഞ്ഞു. ആ അവിടെ മനോഹരേട്ടൻ എങ്ങനെയുണ്ട് ബിസിനസ്? അപ്പോൾ സത്യം പറഞ്ഞാൽ ബിസിനസ് വളരെ ഡള്ളാ ബാല എന്നുള്ള കാര്യം ആ ചേട്ടൻ പറയാം. അപ്പോഴേക്കും ഇവരുടെ മുഖം അങ്ങ് വാടി. ഞങ്ങളുടെ ആ ഏരിയയിൽ 1-2 സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റൊക്കെ വന്നതോടുകൂടി ആകെ കച്ചവടം താളം തെറ്റിയൊരവസ്ഥയാണെന്ന് ആ ചേട്ടൻ പറഞ്ഞു. എനിക്ക് മാത്രമല്ല, പിന്നെ മൊത്തത്തിൽ ചെറുകിട കച്ചവടക്കാർക്കൊക്കെ അടി കിട്ടിയതാണെന്നൊക്കെ ആ ചേട്ടൻ ഇങ്ങനെ പറയുകയും ചെയ്തേ. പിന്നെ ഈ സൂപ്പർ മാർക്കറ്റുകാരിപ്പോൾ ബാലൻ പറഞ്ഞതുപോലെ ഹോം ഡെലിവറിയും തുടങ്ങിയിട്ടുണ്ട്. അത് കാരണം ആകെ പ്രശ്നത്തിലാണെന്നും പറഞ്ഞുകൊണ്ട് ആ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ശത്രു അങ്ങ് വന്നു. അത് മനോഹരൻ ചേട്ടൻ പറഞ്ഞത് ശരിയാ. ഈ സൂപ്പർ മാർക്കറ്റുകാരുടെ ഡെലിവറിയെക്കുറിച്ചാണെങ്കിൽ അവിടെ കടയുടെ വക യൂണിഫോം വരെ ഇട്ടിട്ട് അവർ വരുന്നത്. അപ്പം അതെ എന്താ ശത്രു, കൃഷ്ണ സ്റ്റോഴ്സിൻ്റെ വക യൂണിഫോം നിനക്ക് വേണമെന്നുണ്ടോ എന്ന് ചേട്ടൻ ചോദിച്ചപ്പം യൂണിഫോം ഉണ്ടെങ്കിൽ കൊള്ളാം, കൃഷ്ണ സ്റ്റോഴ്സിനൊരു പരസ്യമാകുമല്ലോ നമ്മുടെ ശത്രു. അങ്ങനെ ഇവരിതും പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുമ്പം, അല്ല ഹരിയുടെ വൈഫിൻ്റെ പേരിൽ മുമ്പ് തുടങ്ങിയ സൂപ്പർ മാർക്കറ്റിന് പ്രോപ്പർട്ടി ഇപ്പോഴും വൈഫിൻ്റെ പേരിൽ തന്നെയാണോ എന്നിങ്ങനെ ചോദിച്ചു അദ്ദേഹം. അത് കേട്ടപ്പോൾ നമ്മുടെ ഹരി, അല്ല മനോഹരേട്ടാ, അതൊക്കെ അമ്മയുടെ മരണത്തിന് ശേഷം അവളുടെ ഡാഡിക്ക് തന്നെ എഴുതി കൊടുത്തെന്ന് പറഞ്ഞു. ഓ അത് വേണമായിരുന്നോ ഹരി? എന്താ ബാല, ആ മനുഷ്യൻ്റെ ഒരു ചില്ലി കാശിൻ്റെ ഒരു അംശം പോലും ഇല്ലാതെ ഹരി അപ്പവും ജീവിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രോപ്പർട്ടി തിരിച്ചു കൊടുത്തു മനോഹരേട്ടാ. ആ പ്രോപ്പർട്ടി തിരികെ കൊടുക്കണമെന്ന് എന്നേക്കാളും വാശി അപ്പൂനായിരുന്നു എന്ന് പറഞ്ഞു നമ്മുടെ ഹരി. കഴിഞ്ഞ ദിവസം ഹരിയുടെ മോളുടെ 5ാം പിറന്നാളിൻ്റെ ആഘോഷത്തിൻ്റെ അന്ന് തമ്പി സാറിൻ്റെ ബംഗ്ലാവിൽ ഗംഭീര ആഘോഷമായിരുന്നു എന്ന് കേട്ടു. പക്ഷേ ഹരി ചടങ്ങുകൾ തീരുന്നതിന് മുൻപ് മോളെയും വൈഫിനെയും കൊണ്ട് ഇറങ്ങിപ്പോന്നു എന്നൊക്കെ കേട്ടു എന്നൊക്കെ ആ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ കരക്കമ്പി എന്തോരാണെന്ന് നോക്കണേ. അല്ല, അവിടെ കേറ്ററിംഗ് സർവീസ് നടത്തിയതേ എൻ്റെ കടയിൽ നിന്ന് സാധനം എടുക്കുന്ന ഒരു ടീമാണേ. അവർ പറഞ്ഞു കേട്ടതാ കേട്ടോ എന്ന് ആ ചേട്ടൻ പറയാം. അവർക്കും ശരിക്കും എന്താ പ്രശ്നമെന്ന് അറിയില്ല എന്നാണ് പറഞ്ഞത്. അല്ല, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ കേട്ടോ. അതൊന്നും പറഞ്ഞിട്ടേ കാര്യമില്ല മനോഹരേട്ടാ. അങ്ങേരായിട്ട് അപ്പൂൻ്റെ മമ്മിയെ പറഞ്ഞു വിട്ട് ആവശ്യപ്പെട്ടതാ 5ാം പിറന്നാൾ അവിടെ വെച്ച് നടത്തിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടെന്ന്. അപ്പൂവിനും അത് കേട്ടപ്പോൾ ഒരു താല്പര്യം. പിന്നെ ഇത്രയും കൊല്ലം ആയില്ലേ, മനുഷ്യൻ്റെ കാര്യമല്ലേ, അങ്ങേർക്കും പ്രായമായല്ലോ, അതുകൊണ്ട് നാളെ ഒരു മനസ്താപത്തിൻ്റെ കാര്യം വരരുതല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞ് ബാലേട്ടനും അതിന് സമ്മതിച്ചു. അങ്ങനെ പോയത് അമരാവതിയിലേക്ക്. അത് അബദ്ധമായിപ്പോയി. പക്ഷേ അങ്ങേരുടെ മനസ്സിൽ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഞങ്ങളോട് കുടുംബത്തിനോടുള്ള പകയൊന്നും മാറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും തമ്പി സാർ അല്ലെങ്കിലും ഉടനെ ഒന്നും മാറുമെന്ന് തോന്നുന്നില്ലെന്ന് ആ ചേട്ടനും പറയാം. പിന്നെ ആ ചേട്ടൻ ശിവന് വേണ്ടി സഹായിച്ചതും അതുപോലെ ഇവർക്കൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഇവരെ സഹായിച്ചതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനോട് തന്നെ നമ്മുടെ ബാലൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ, എന്താ ബാല അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുകയാണോ? നിങ്ങൾക്കൊരാവശ്യം വന്നപ്പോൾ എന്നാൽ കഴിയുന്ന സഹായം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതേ ഉള്ളൂ. അതിൻ്റെ ഒരു സ്മരണ കൊണ്ടാ ശിവൻ ഇപ്പോഴും എൻ്റെ കടയിൽ നിന്ന് സാധനങ്ങൾ എടുക്കുന്നതെന്നുള്ള കാര്യങ്ങളും പറയുവാണ് ആ ചേട്ടൻ. അതിനേക്കാളൊക്കെ ഉപരി നിങ്ങൾ ഏട്ടാനിയന്മാർ തമ്മിലുള്ള പരസ്പര സ്നേഹത്തിൻ്റെയും ഒത്തൊരുമയുടെയും ഒക്കെ ശക്തിയാണ് ഈ ഐശ്വര്യമൊക്കെ എന്ന് ആ ചേട്ടൻ ഇങ്ങനെ പറയുന്നു. അങ്ങനെ ആ ചേട്ടൻ അത് പറയുന്നത് കേട്ടപ്പോൾ ബാലനും ഹരിക്കും ഒത്തിരി സന്തോഷമായിട്ടോ. എന്നിട്ട് ആ ചേട്ടൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ സന്തോഷത്തോടെ ആ നിറഞ്ഞ മനസ്സോടുകൂടി നമ്മുടെ ബാലൻ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇവരുടെ സന്തോഷത്തിൽ, ഇവരുടെ ഐശ്വര്യത്തിൽ, ഇവരുടെ ഒത്തൊരുമ തന്നെയാണെന്ന് നാട്ടുകാർ മുഴുവൻ പറഞ്ഞു. പക്ഷേ തമ്പിയുടെ കാര്യങ്ങളും അവർ പറയുന്നത് തമ്പി ഈ കാണിക്കുന്നതിനൊക്കെ നാളെ തിരിഞ്ഞിരുന്ന് ചിന്തിക്കേണ്ടി വരുമെന്ന്. എന്തായാലും പിറന്നാൾ ദിവസം അവരോട് കാണിച്ച, അതായത് അപ്പുവിനോടും ഹരിയോടും കുഞ്ഞിനോടും കാണിച്ച തമ്പി കാണിച്ച മര്യാദ കേടിന് അപ്പു കൊടുക്കാനിരിക്കുന്ന തിരിച്ചടി അത് ഹരിയോട് പറഞ്ഞതുമാണ്. അപ്പോൾ ഈ തിരിച്ചടി തമ്പി താങ്ങുമോ എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞ അപ്പു ഒന്ന് വിചാരിച്ചാൽ തമ്പിയുടെ അപ്പുറത്തിരിക്കുന്ന തമ്പിയുടെ അച്ഛൻ്റെ ആ ഒരു പക പോലും കാണിക്കുമെന്നുള്ള രീതിയിലാണ് നമ്മുടെ അപ്പു സംസാരിക്കുന്നതും കാണിക്കുന്നതും ഒക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വന്നിട്ടുള്ളത്. എല്ലാവരും കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, ടാറ്റാ, ടേക്ക് കെയർ.